ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ഹോട്ടൽ ടാസ്ക് ആണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശോഭയും അതുപോലെ തന്നെ ഷിയാസ് കരീമും അവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഗസ്റ്റായിട്ട് വന്നതിൻ്റെ പിന്നിൽ അവർ ഒന്ന് പ്ലാൻ ചെയ്താവണം വന്നിട്ടുള്ളത്. അതിനി അവർ മാത്രമുള്ള പ്ലാനിങ് ആണോ, ഇനി ബിഗ് ബോസും ഷിയാസ് കരീമും ശോഭയുമായിട്ടുള്ള പ്ലാനിങ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വന്ന പാടെ തന്നെ അവര് അനുമോളുടെ കയ്യിൽ പാവയൊക്കെ എടുത്ത് പിന്നെ ബിഗ് ബോസിന്റെ കോമ്പൗണ്ടിന് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്ലാച്ചി പോയ ദുഃഖത്തിൽ ഭയങ്കര കരഞ്ഞു വിളിച്ചൊക്കെ നടക്കുന്ന ഒരു അനുമോളെ കണ്ടു. പുള്ളിക്കാരൻ ഷിയാസ് കരീമിനിട്ട് 2 കിട്ടി അനുമോളുടെ കയ്യിൽ നിന്നും. ശരിക്കും എനിക്കിത് കണ്ടപ്പോൾ എന്തോ ഒരു അരോചകം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാവയെ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു 10-30 വയസ്സുള്ള ഈ ഒരു പെണ്ണ് അവിടെ കാണിച്ചു കൂട്ടുന്ന ഇതൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ പോലെ തോന്നി. അനുമോളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് നമ്മൾ തെറി വിളിച്ചാലും കുഴപ്പമില്ല, നമ്മൾ പറയാനുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറയുക തന്നെ ചെയ്യും. പക്ഷേ അനുമോളോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അനുമോളുടെ ചില നിലപാടുകളോട് ഇഷ്ടമാണ് എന്ന് കരുതി എല്ലാം ഒന്നും അംഗീകരിക്കാനും പറ്റില്ല. പുള്ളിക്കാരത്തി ആര്യനെ കുറിച്ച് പറഞ്ഞ ആ ഒരു അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവരോട് നല്ല ബഹുമാനം തോന്നി. കാരണം അത്രയും ബോൾഡാണ് അവരെന്ന് മനസ്സിലായി. പക്ഷെ അതുപോലെയല്ല ഇത്. ഒരു പാവക്കുട്ടിയെ കൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നവർക്ക് പ്രശ്നമില്ലെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ അരോചകത്വം തോന്നുന്നുണ്ട്. എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്. എന്തുവാ അത്, ഒരു 10-30 വയസ്സായ ഒരു പെണ്ണ് കാണിക്കേണ്ട രീതിയാണോ കാണിക്കുന്നത്? ഒരു പാവയെ എടുക്കുന്നു, കുളിപ്പിക്കുന്നു, അതിന് കണ്ണെഴുതി കൊടുക്കുന്നു, പൊട്ട് തൊട്ട് കൊടുക്കുന്നു, പാട്ട് പാടി കൊടുക്കുന്നു. എന്തുവാടേ ഇതൊക്കെ? മനസ്സിലാവുന്നില്ല. ചെറിയ കുട്ടികൾ പോലും ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും കാണിക്കത്തില്ല. ഇത് ഒരുപക്ഷെ അവരുടെ ഗെയിം ആയിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു പാവയെ മറ്റുള്ളവർ പിടിച്ച് മേടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇവരെന്തിനാ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഇവരെന്തിനാ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? നേരത്തെ തന്നെ ഷാനവാസിന്റെ കൈ അള്ളിക്കീറി ആ ഒരു പാവയെ ഫണ്ണായിട്ട് പോയി പിടിച്ചു പറിക്കാൻ നോക്കിയപ്പോൾ. ഇപ്പോഴാണെങ്കിൽ ഷിയാസ് കരീമിന് 2 ഇടി കൊടുത്തു അതിനെ എടുത്ത് പുറത്ത് കളഞ്ഞതിന്. അതുപോലെ നമ്മുടെ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, നമ്മുടെ ശോഭയും പറയുന്നുണ്ട്, നീ ഇവിടെ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? നിനക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിനക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ പാവയുമായിട്ട് കളിക്കാനാണോ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷിയാസ് കരീം പറയുന്നുണ്ട്, നീ പുറത്ത് വരികയാണെങ്കിൽ നിനക്ക് ഇതിനപ്പുറം പാവയെ മേടിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു അവര് ഗെയിം ചേഞ്ച് വരുത്തിയത് തന്നെയാണ്. അത് ഷിയാസ് കരീം പുറത്ത് വന്നതിന് ശേഷം അതേക്കുറിച്ച് പറയുന്നുണ്ട്. അനുമോളുടെ ഗെയിമിൽ കുറച്ച് മാറ്റം വരേണ്ടത് അത്യാവശ്യമായിരുന്നു, അല്ലെങ്കിൽ പാവയ്ക്കുള്ളിൽ അവളങ്ങ് ഒതുങ്ങിപ്പോവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അവർക്ക് ഗെയിം ചേഞ്ച് ചെയ്യണമെന്നുള്ള ഒരു മത്സരാർത്ഥികൾ സത്യം ഗെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഹിൻ്റൊക്കെ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നോ ലാലേട്ടൻ വരുന്ന സമയത്ത് അവർ കൊടുക്കും. അതിന് പുറത്തു നിന്ന് വരുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്ന് കരുതി ഷിയാസ് കരീം അങ്ങനെ ചെയ്തതിൽ വലിയ തെറ്റ് പറയാനും പറ്റില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് അരോചകം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരോചകമായിരുന്നു അനുമോളുടെ ഈ പാവയെ കൊണ്ടുള്ള ആ ഒരു സംഭവമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനി കാണണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം മനസ്സിലുണ്ട്. അപ്പോൾ എന്തായാലും പ്ലാച്ചി പോയതിൽ ദുഃഖിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. എല്ലാവർക്കും